കൂട്ടുകാരെ, ഇന്ന് നമുക്ക് അടിപൊളി ഒരു കായ വറുത്തത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. അപ്പൊ ഈ ഓണത്തിന് നിങ്ങളും കായ വറുത്തത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കാം. ഇപ്പൊ നമ്മള് നേന്ത്രക്കായ എടുത്തിരിക്കുന്നത് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പറ്റിയിട്ട് നേന്ത്രക്കായ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ കൈ ഫുള്ളാ കറുത്തു പോകും കായയുടെ കറ കൊണ്ട്. ഇനി നമ്മളത് ഇതുപോലെ ഒന്ന് കത്തി വെച്ച് കീറിയിട്ട് ഇത് കൈ കൊണ്ട് തന്നെ പൊളിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി പൊളിച്ചെടുത്ത നേന്ത്രക്കായ നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കുക ഒരു 5 മിനിറ്റോളം. ഇനി ഇതുപോലെ കട്ടർ കിട്ടും, അത് നമ്മൾ വാങ്ങിക്കുക. എന്നിട്ട് അതിൽ നല്ല നൈസായിട്ട് ഇതുപോലെ ചീന്തി ഒരു പേപ്പറിൽ ഇട്ട് വയ്ക്കുക. ഇനി കുറച്ച് ഉപ്പിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കി മാറ്റി വയ്ക്കുക. വെളിച്ചെണ്ണ ചൂടാക്കിയ വെളിച്ചെണ്ണയിലേക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് വെളിച്ചെണ്ണ നമ്മൾ നേരത്തെ കായ അരിഞ്ഞു വെച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഓരോന്ന് ചേർത്ത് കൊടുക്കണം. ഒട്ടി പിടിച്ച് ചേർത്ത് കൊടുത്താൽ അത് അതുപോലെ തന്നെ വരും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് വിടർത്തി ഇട്ടിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇതാക്കുക. നന്നായി നല്ല തള വന്ന് ബബിൾസ് ഒക്കെ മാറി പിറകെ നമ്മൾ മഞ്ഞളും ഉപ്പും കലക്കിയ വെള്ളം ഒരു 2 വലിയൊരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഇനി ആ വെള്ളമൊക്കെ വറ്റണ വരെ, ഇതിൻ്റെ ബബിളൊക്കെ മാറി വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞാൽ നമുക്കത് കോരി നമുക്കൊരു അരിപ്പ പോലെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം അതിലുണ്ടാവുന്ന എണ്ണ അടിയിലോട്ട് ഊർന്നു പോയിക്കോളും. അപ്പം നമ്മുടെ ഈ ഓണത്തിന് കായ വറുത്തത് വീട്ടിൽ തന്നെ ഉണ്ടാക്കും. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക. ആദിലക്ഷ്മി കിച്ചന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യണേ.